ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ക്രിസ്മസ് പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം മതിയെങ്കിൽ STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലെല്ലാ വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകളും ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1. താഴെ തന്നിരിക്കുന്ന കവിത വായിച്ച് ശരിയുത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക. കവിത നോക്കിക്കേ. മണ്ണിലും പൊൻതരി വെട്ടമായി മിന്നിത്തെളിഞ്ഞു വന്നെത്തും മിന്നാമിനുങ്ങെ വെളിച്ചം ചുരത്തുവാൻ സന്നാഹമെത്രമേൽ കേമം. ചുറ്റുമിരുട്ടു വിളംബരം ചെയ്യുവാൻ മൂങ്ങകൾ മൂളിയിരിക്കെ പതിയെ തുറന്നു ഞാൻ ഈ കിളിവാതിലിൽ വന്നിരിക്കുമ്പോൾ സ്വപ്നം വിരിച്ചണയും പോലെ കെട്ടിപ്പിടിക്കുവാൻ വന്നു. എന്തു വെളിച്ചമാണയ്യ പിടിച്ചൊരു കണ്ണാടി കുപ്പിയിലിട്ടാൽ. എന്നും ഇവിടെ വിളക്കായിരുത്തുവാൻ നിന്നെന്ന് തോന്നി, എന്നാലും എന്തിനീ വെട്ടമെനിക്കു മാത്രം പോകയെല്ലാം ഇടത്തും തെളിയൂ. പോകുമിടങ്ങളിലെല്ലാം കീറി മുറിച്ചു രസിക്കൂ. അപ്പം എന്താ മക്കളെ, ഒരു മിന്നാമിനുങ്ങിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി ഈ കവിതയെ ആസ്പദമാക്കിയിട്ട് നമുക്ക് 4-5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അത് നോക്കാം. ചോദ്യം 1. പൊൻതരി വെട്ടമായി എത്തുന്നത് ആരാണ്? നക്ഷത്രം, അമ്പിളി, മിന്നാമിനുങ്ങ്. ആരാണ്? മിന്നാമിനുങ്ങാണ് അല്ലേ. ചോദ്യം 2. ഇരുട്ടിനെ വിളംബരം ചെയ്യാൻ മൂളുന്നത് ആരാണ്? തത്ത, മൂങ്ങ, മിന്നാമിനുങ്ങ്. കവിത വായിച്ചാൽ നമുക്ക് കിട്ടും മൂങ്ങയാണ്. ചോദ്യം 3. മിന്നാമിനുങ്ങിനെ എന്ത് ചെയ്യണമെന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത്? മുറിയിൽ അടച്ചിടണം, കണ്ണാടി കുപ്പിയിലിടണം, കയ്യിൽ പിടിക്കണം. എന്താണ്? കണ്ണാടി കുപ്പിയിലിടണം എന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. ചോദ്യം 4. ചിറക് വിരിച്ചണയുന്നത് എന്താണ്? മേഘം, പക്ഷി, സ്വപ്നം. സ്വപ്നമാണ് ചിറക് വിരിച്ചണയുന്നത്. ചോദ്യം 5. മിന്നാമിനുങ്ങിനോട് എന്ത് ചെയ്യാനാണ് കുട്ടി ആശംസിക്കുന്നത്? മിന്നി മിന്നി നടക്കൂ, ഇരുളിനെ കീറി മുറിച്ച് രസിക്കൂ, ഒരിടത്ത് മാത്രം വെളിച്ചം പരത്തും. ഇരുളിനെ കീറി മുറിച്ച് രസിക്കാനാണ് കുട്ടി പറയുന്നത്. അപ്പോൾ ഇത്തരമൊരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അതായത് പുറത്തു നിന്നുള്ളൊരു കവിതയോ കഥയോ ലേഖനത്തിൻ്റെ ഭാഗമോ എന്തെങ്കിലും തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ചോദ്യവും വായിച്ചു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് തന്നിട്ടുള്ള ആ ഭാഗം വായിച്ചു നോക്കുക. കഥയാണെങ്കിൽ കഥ, കവിതയാണെങ്കിൽ കവിത. അപ്പോൾ അതിൽ തന്നെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. വീണ്ടും വീണ്ടും വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രവർത്തനം 2. ക്ഷണക്കത്ത് തയ്യാറാക്കുക. നിങ്ങളുടെ സ്കൂളിൽ ഭാഷോത്സവം സംഘടിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് പ്രശസ്ത എഴുത്തുകാരൻ MT വാസുദേവൻ നായരെ വിശിഷ്ട അതിഥിയായി ക്ഷണിച്ചുകൊണ്ട് കത്ത് തയ്യാറാക്കുക. കത്ത് തയ്യാറാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലൊരു ബോർഡർ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇടതുവശത്തായിട്ട് എന്ത് ചെയ്യുക? സ്ഥലവും തീയതിയും എഴുതുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എഴുതി തുടങ്ങാം. ബഹുമാനപ്പെട്ട MT മാഷിന്, വേങ്ങര UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഡിസംബർ 17-ന് ഞങ്ങളുടെ സ്കൂളിൽ ഭാഷോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പരിപാടിയിൽ വിശിഷ്ട അതിഥിയായി താങ്കൾ എത്തിച്ചേരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ വിവരം അങ്ങയെ അറിയിക്കാനാണ് ഈ കത്ത്. അന്നേ ദിവസം താങ്കൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങയുടെ വിലയേറിയ വാക്കുകൾ കൂടി ചേരുമ്പോൾ ഈ ഭാഷോത്സവം ഏറ്റവും ഭംഗിയായി തീരുക തന്നെ ചെയ്യും. വിശ്വസ്തയോടെ പേര്, ഒപ്പ്. ഇങ്ങനെയാണ് കത്തെഴുതാൻ. ഈ ഒരു ഫോർമാറ്റിൽ വേണം കേട്ടോ കത്തെഴുതാൻ. പ്രവർത്തനം 3. ഇടുക്കിയിലെ താജ്മഹൽ സന്ദർശിച്ച ദിവസം അഖിൽ തൻ്റെ ഡയറിയിൽ ആ ദിവസത്തെക്കുറിച്ച് എഴുതി. എന്തൊക്കെയായിരിക്കും അവൻ എഴുതിയിട്ടുണ്ടാവുക? സങ്കല്പിച്ചെഴുതുക. ഡയറി എഴുതുമ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ആദ്യം ഒരു ബോർഡർ വരയ്ക്കുക. എന്നിട്ട് ദിവസവും തീയതിയും എന്താണ് എഴുതുക. നമ്മൾ കത്തിൽ തീയതിയും സ്ഥലവും ആയിരുന്നു എഴുതിയിരുന്നത്. ഇവിടെ തീയതിയും ദിവസവുമാണ് കേട്ടോ എഴുതേണ്ടത്. ആഗ്രയിൽ പോയി യഥാർത്ഥ താജ്മഹൽ കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ പണമില്ലാത്തതുകൊണ്ട് ആഗ്രഹം നടന്നില്ല. അങ്ങനെയാണ് അച്ഛൻ ഇടുക്കിയിലെ താജ്മഹൽ കാണിക്കാൻ ഞങ്ങളെ കൊണ്ടുപോയത്. ഇടുക്കി അണക്കെട്ട് തല ഉയർത്തി നിൽക്കുന്ന കാഴ്ച കണ്ട് ശരിക്കും വിസ്മയിച്ചു പോയി. വെള്ളത്തൂവലിൽ നിന്നും ബസ്സിലാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. 2-3 ബസ്സുകൾ മാറി മാറി കയറി അവിടെ എത്തിച്ചേർന്നു. ഞങ്ങൾ നടന്ന് അണക്കെട്ടിന് മുകളിലെത്തി. പാറ വെട്ടിയുണ്ടാക്കിയ പാതയിലൂടെയായിരുന്നു നടത്തം. കുറവൻ മലയും കുറത്തിമലയും, മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന പമ്പയും എല്ലാം കൗതുകത്തോടെ ഞങ്ങൾ നോക്കി നിന്നു. അവിടെ നിന്ന് കൂകി വിളിച്ചപ്പോൾ ഞങ്ങൾ മറുകൂക്കൽ കേട്ടു. കുറവനും കുറത്തിയുമായിരിക്കും മറുകൂവലിട്ടത് എന്നോർത്ത് എനിക്ക് ചിരി വന്നു. ഇടുക്കി ഡാം ഞങ്ങൾക്ക് മുകളിൽ തല ഉയർത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അച്ഛൻ എന്നെയും അനിയത്തിയെയും ഇടുക്കി ഡാമിനോട് ചാരി നിർത്തി. ഡാമിലൂടെ വെള്ളമൊഴുകുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പ് ഞങ്ങൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞു.
ഒരമ്മയെപ്പോലെ ഇടുക്കി ഡാം ഞങ്ങളെ സംരക്ഷിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി. യഥാർത്ഥ താജ്മഹൽ കാണാൻ പറ്റാത്ത വിഷമം ഇടുക്കിയിലെ താജ്മഹൽ കണ്ടപ്പോൾ ഇല്ലാതെയായി. നമുക്ക് ചുറ്റും യഥാർത്ഥ അനുഭവങ്ങളെക്കാൾ മനോഹരമായ പല കാഴ്ചകളും ഉണ്ടെന്ന് അച്ഛൻ എനിക്ക് മനസ്സിലാക്കി തന്നു. പ്രവർത്തനം 4. തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് എസ്.കെ. പൊറ്റക്കാടിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ബാലി ദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ, കൈറോ കത്തുകൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന യാത്രാ വിവരണങ്ങളാണ്. രാജമല്ലി, പുള്ളിമാൻ, നിശാഗന്ധി തുടങ്ങിയവ എസ്.കെ. പൊറ്റക്കാടിൻ്റെ കഥാസമാഹാരങ്ങളാണ്. 1980 ഒരു ദേശത്തിൻ്റെ കഥ ജ്ഞാനപീഠ പുരസ്കാരം നേടി. 1982 ഓഗസ്റ്റ് 6 എസ്.കെ. പൊറ്റക്കാട് അന്തരിച്ചു. ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഒരു തെരുവിൻ്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1913 മാർച്ച് 14 മലയാളത്തിൻ്റെ പ്രശസ്ത എഴുത്തുകാരൻ എസ്.കെ. പൊറ്റക്കാട് ജനിച്ചത്. മലയാള സാഹിത്യത്തിന് ഒട്ടേറെ സംഭാവനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ബാലി ദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ, കൈറോ കത്തുകൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന യാത്രാ വിവരണങ്ങളാണ്. രാജമല്ലി, പുള്ളിമാൻ, നിശാഗന്ധി തുടങ്ങിയവ കഥാസമാഹാരങ്ങളാണ്. 1980 ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. കൂടാതെ ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഒരു തെരുവിൻ്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1982 ഓഗസ്റ്റ് 6 അദ്ദേഹം അന്തരിച്ചു. പ്രവർത്തനം 5. വർണ്ണന. അമ്മ പുഞ്ചിരി തൂകി. അഖിൽ അങ്ങോട്ട് ഓടാനാഞ്ഞു. രാജൻ അവനെ പിടിച്ചു നിർത്തി. അവർ നടന്നു അണക്കെട്ടിന് മുകൾ ഭാഗത്തെത്തി. അവിടെയുള്ളൊരു പാതയാണ് അവരെ അവിടേക്ക് നയിച്ചത്. പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല തണുപ്പുള്ള വെള്ളം. വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. ഇതുപോലെ നിങ്ങളെ വിസ്മയിപ്പിച്ച ഒരു കാഴ്ചയെ വർണ്ണിച്ചെഴുതുക. മലയുടെ മുകളിൽ നിന്ന് നൂല് പോലെ അരിച്ചിറങ്ങുന്ന വെള്ള നിറമുള്ള അരുവി. പാറയുടെ പരപ്പിലൂടെ തട്ടിയും തടഞ്ഞും പുല്ലുകളെ തഴുകിയും ഒഴുകി വരുന്ന ആ വെള്ളച്ചാൽ താഴെ ചെറിയൊരു പാറ പിളർപ്പിലേക്ക് വന്നു വീഴുന്ന മനോഹരമായ കാഴ്ച. അരുവി വീണ്ടും ഒഴുകി ഒരു കുട പോലെ നിൽക്കുന്ന പാറയുടെ മുകളിലൂടെ മഴ പോലെ ഒലിച്ചിറങ്ങുന്ന കാണാൻ എന്തു ഭംഗിയാണ്. പ്രവർത്തനം 6. മണ്ണിനുള്ളിലെ മായാലോകം കണ്ട ഡോക്ടർ ഭീമിനെ കുറിച്ച് നിങ്ങൾ വായിച്ചതല്ലേ? ഭീമിനെ നേരിൽ കാണാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തോട് എന്തെല്ലാം ചോദിക്കാനുണ്ടാകും? ഒരു അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുക. ചോദ്യം 1. താങ്കൾ ഒരു പക്ഷി നിരീക്ഷകനല്ലേ? മണ്ണിനെ കുറിച്ച് അറിയണമെന്ന് തോന്നിയത് എപ്പോഴാണ്? ചോദ്യം 2. കപ്പലിൽ എത്തിച്ച മണ്ണ് തുറന്നു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടല്ലോ. ഇത്രയും വിസ്മയം മണ്ണിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചോദ്യം 3. മണ്ണിനെക്കുറിച്ചല്ലാതെ മറ്റെന്തിനെങ്കിലും നിരീക്ഷിച്ചറിയണമെന്ന് തോന്നിയിട്ടുണ്ടോ? ചോദ്യം 4. നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണിൽ നിന്നും ഇത്രയും വിസ്മയകരമായ ഒരു ലോകമുണ്ടെന്ന് അങ്ങ് കണ്ടെത്തിയല്ലോ. അങ്ങയുടെ കണ്ടെത്തലുകളുടെ അനുഭവത്തിൽ കുട്ടികളായ ഞങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ചോദ്യം 5. അങ്ങൊരു പക്ഷി ഗവേഷകനാണല്ലോ. പക്ഷി ലോകത്തേക്കാൾ വിസ്മയകരമാണ് മണ്ണിൻ്റെ ലോകം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചോദ്യം 6. പക്ഷികളുടെ ജീവിതവും അതുപോലെ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ ജീവിതവും എത്രത്തോളം വ്യത്യസ്തമാണ്? അപ്പോൾ ഇത്തരത്തിലുള്ള മോഡൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ചെയ്തിട്ടുള്ള ചോദ്യങ്ങളെല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഡയറി കുറിപ്പും കത്തും അതിൻ്റെ ഫോർമാറ്റൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്